നമസ്കാരം. കോർപ്പറേഷനെ ഭീഷണിപ്പെടുത്തി പണി വാങ്ങിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ. അതായത് KSRTCയും സ്മാർട്ട് സിറ്റിയും ട്രിവാൻഡ്രം കോർപ്പറേഷനും കൂടി ഉണ്ടാക്കിയ കരാർ പ്രകാരം മാത്രമേ ഇലക്ട്രിക് ബസ്സുകൾക്ക് സഞ്ചാരം നടത്തുവാൻ പറ്റുകയുള്ളൂ. അവർക്ക് ട്രാവൽ നടത്തുവാൻ ആ രീതിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു കരാർ നിലനിൽക്കെ കരാറിൻ്റെ ശുദ്ധമായ ലംഘനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഗണേഷ് കുമാർ ഭീഷണിയുമായി രംഗത്തെത്തിയത്. അതായത് KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ കോർപ്പറേഷൻ കൈയടക്കി വയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടണമെന്ന്. ഇതിനും കൃത്യമായ രീതിയിൽ വി രാജേഷ് മറുപടി കൊടുത്തിട്ടുണ്ട്. മേയർ വി രാജേഷ് കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ബസ്സുകൾ ഇടുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഉണ്ട്, അതിൽ ഞങ്ങൾ ഇട്ടോളാം. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്തരം ഇലക്ട്രിക് ബസ്സുകൾ നഗരപരിധിയിൽ മാത്രമേ സർവീസ് നടത്താവൂ എന്നതാണ് ചട്ടം. എന്നാൽ ഇത് ജില്ല വിട്ട് തന്നെ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഒന്നാമത്തെ ചട്ടലംഘനമാണ്. അതോടൊപ്പം തന്നെ റൂട്ട് നിശ്ചയിക്കുമ്പോൾ കൃത്യമായി കോർപ്പറേഷനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ കൂടെ സമ്മതത്തോടു കൂടി മാത്രമേ റൂട്ടുകൾ നിശ്ചയിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റവന്യൂ ഷെയറിംഗ് ആണ്. 113 കോടി രൂപ കോർപ്പറേഷൻ ഈ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ കോർപ്പറേഷന് 1 രൂപ പോലും ലാഭം കൊടുക്കില്ല എന്ന് പറയുന്ന എന്ത് നയത്തിൻ്റെ പേരിലാണ്, എന്ത് നീതിയുടെ പേരിലാണ് എന്ന് മേയർ വി രാജേഷ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനോട് ആരായുകയാണ്. ഗണേഷ് കുമാർ ഒരു ഭീഷണിയൊക്കെയാണ്. ഞാൻ കൂടുതൽ കാലം മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഈ അടുത്ത സമയത്ത് ജയിച്ചു വന്നതിൻ്റെയൊക്കെ പ്രശ്നമാണ്. സ്ഥിരം ഇടതുപക്ഷത്തിലെ മന്ത്രിമാരും നേതാക്കന്മാരും നടത്തുന്ന ഒരു ഭീഷണിയുടെ സ്വരം മാത്രമാണ് ഗണേഷ് കുമാറിൽ നിന്നുണ്ടായത്. ഒരു ജനപ്രതിനിധിയുടെ സ്വരം ഇങ്ങനെയല്ല, ഇങ്ങനെ ആകാൻ പാടുള്ളതുമല്ല. അത് കൃത്യമായി എണ്ണി കണക്ക് പറഞ്ഞുള്ള മറുപടിയാണ് മേയർ വി രാജേഷ് കൊടുത്തിരിക്കുന്നത്. പല വാർഡുകളും തിരുവനന്തപുരം ജില്ലയിലെ പല വാർഡുകളും ഗ്രാമീണ വാർഡുകളാണ്. ഈ മേഖലകളിലേക്കൊക്കെ ബസ് സർവീസ് വേണം. അവിടെ പലരും കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാണ്. നിത്യമായിട്ട് അന്നന്ന് ദിവസം ജോലി ചെയ്ത് ജീവിക്കുന്ന, അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, വീട്ടുജോലിക്കാരാണ്. അവർക്ക് ഓട്ടോ വിളിച്ച് മറ്റിടങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. റോഡുകളിലേക്ക് സർവീസ് ഇല്ലാത്ത ഒരു അവസ്ഥ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും മേയർ വി രാജേഷിൻ്റെ വാർഡായ കൊടുങ്ങാനൂർ വാർഡിൻ്റെ പല പ്രദേശങ്ങളിലും ആൾക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് വി രാജേഷ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് ആ മേഖലയിൽ നിന്ന് ദൈനംദിനം എന്നോണം 8,000 10,000 രൂപ ലഭിക്കുന്ന ആൾക്കാർക്ക് സ്ഥിരമായി ഓട്ടോ വിളിച്ച് പോകാൻ പറ്റില്ല. അവർക്ക് അതിനുള്ള ധനശേഷിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കൂടി കരുതലെടുത്തുകൊണ്ട് വേണം ഭരണം നടത്താനെന്നുള്ള കൃത്യമായുള്ള ഒരു സന്ദേശം അത്യധികം ജനാധിപത്യപരമായ, അത്യധികം അഭിമാനകരമായ ഒരു ജനപ്രതിനിധിയുടെ നാവിൽ നിന്ന് എന്ത് വരുന്നു അത് ആ ഒരു രീതിയിൽ, ആ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിന് മറുപടി കൊടുത്തത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വി രാജേഷ് സംസാരിച്ചത്. അതായത് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്, ഒരു കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ കോർപ്പറേഷനും ഇതിൽ ഉൾപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലും സഹകരിക്കാൻ KSRTC തയ്യാറായിട്ടില്ല. യഥാർത്ഥ രീതിയിലുള്ള ചട്ടലംഘനങ്ങൾ തന്നെയാണ് KSRTC നടത്തിയത് എന്നൊക്കെ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്തും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉണ്ടായി. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് തരത്തിലുള്ള ന്യായമാണ് കോർപ്പറേഷനോട് കാണിക്കുന്നത്, അത് കൃത്യമായി കോർപ്പറേഷനിൽ കിട്ടേണ്ട കാര്യങ്ങളൊക്കെയും കിട്ടണം, ഭീഷണികളൊന്നും വേണ്ട എന്ന തരത്തിലുള്ള മറുപടിയാണ് വി രാജേഷിൽ നിന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിന് ലഭിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.